സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ നോമ്പിലൂടെ നാം കടന്നു വന്ന് അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. ഇരുപത്തിയാഴ്ച ഈസ്റ്ററാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന 2000 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി നമ്മളത് സ്വന്തമാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നോമ്പുകാലം. പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളും, മുറിപ്പെടുത്തുന്ന ഓർമ്മകളും, ഭയപ്പെടുത്തുന്ന ഓർമ്മകളും, കുറ്റബോധമൊക്കെ നമ്മളിന്നും തുടച്ചു മാറ്റി നമുക്ക് പ്രത്യാശ നൽകുന്ന യേശുവുമായുള്ള ഒരു ആത്മീയ ബന്ധം, ഒരു പുതിയ ബന്ധമാണ്. യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള നമ്മൾ BC AD എന്നൊക്കെ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അജ്ഞതയുടെ ഒരു കാലഘട്ടമാണ് BC AD. കർത്താവിൻ്റെ ജനനത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം. നമ്മൾ പരിശുദ്ധാത്മാവ്, നമ്മൾ യേശുവിൻ്റെ ജനനവും യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തന്നെ സമർപ്പിച്ചതും, അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളെ ഓരോ മനുഷ്യനെയും ഭൂമിയിൽ വിശുദ്ധീകരിച്ച് ദൈവപിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കയറി ചെന്ന് അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ അവരിലേക്കെല്ലാം തൻ്റെ പരിശുദ്ധാത്മ ശക്തി ഈ ഭൂമിയിലെ വിശുദ്ധി ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനുള്ള കൃപ യേശു നമുക്ക് വേണ്ടി നേടിത്തന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അപിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിന് ഒരിക്കലും കുറവ് വന്നിട്ടില്ല. ഉൽപ്പത്തി 1:26 നമ്മെ ദൈവം സൃഷ്ടിച്ചത് ആ സ്നേഹത്തിലാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം, ദൈവ മക്കളെ സൃഷ്ടിക്കാം എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവാണ്, ആ പ്രകടനമാണ് സൃഷ്ടികർമ്മത്തിൽ വന്നത്. നമ്മളെപ്പോഴും പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. പക്ഷെ ആദത്തിൻ്റെ ഹവ്വായുടെയും പാപം മൂലം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അറിയാൻ പറ്റാതെ ദൈവം നമ്മളെ നശിപ്പിക്കുന്നവനാണ്, ദൈവം ശിക്ഷിക്കുന്നവനാണ്, ദൈവം കരുണയില്ലാത്തവനാണ്, ദൈവം ഇപ്പോൾ നമ്മളെ വിധിക്കാൻ നോക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിലേക്ക് സാത്താൻ ഇട്ട് കൊടുത്തു. അതിൽ നിന്നും മാറി ദൈവം, യേശു എനിക്ക് വേണ്ടി, ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും എന്നെ വിധിക്കാതെ, എൻ്റെ മേൽ കുറ്റം ആരോപിക്കാതെ, നാം പാപികളായിരിക്കുക 2000 വർഷം മുമ്പ്, 2000 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലം ദൈവത്തെ അറിയാതെ പോയൊരു കാലഘട്ടമുണ്ട്. അതെല്ലാം മനസ്സിലുണ്ടെങ്കിൽ അതൊന്നും ഓർക്കാതെ അതെല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ സകല പാപങ്ങളും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട്, നമ്മെ സ്നേഹിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തന്നെ അർപ്പിച്ചുകൊണ്ട്, തൻ്റെ ശരീരം അതികഠിനമായ ശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളുടെ മേലുള്ള ശിക്ഷ, യെശയ്യായുടെ പ്രവചനം 53-ാമത്തെ അധ്യായം, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മളെ ഏൽക്കേണ്ടിയിരുന്ന അടികളാണ് അവൻ നമുക്ക് പകരമായി ഏറ്റത്, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. നാം എല്ലാവരും ആടുകളെ പോലെ, നാം ഓരോരുത്തരും ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി. എന്നാൽ ദൈവമോ നമ്മുടെ അകൃത്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തി, അവൻ മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി എടുക്കപ്പെട്ടു, ഈ ഭൂമിയിൽ നിന്ന് അവൻ മരിച്ചു. അവൻ്റെ മരണം നമുക്ക് വേണ്ടി ആയിരുന്നുവെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി എന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഈ കാലഘട്ടങ്ങളിലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെ തിരുസഭയിൽ പെന്തക്കോസ്താ നാൾ മുതലുണ്ടായ മാറ്റം അതിന്നും തുടരുകയാണ്. യേശുവിൻ്റെ 2ാമത്തെ വരവ് വരെയും. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ആഗോള സഭയിൽ ഈ ഞായറാഴ്ചയിൽ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാ നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കണ്ട. ദൈവത്തെ അറിയാതെ പോയ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഇതിന് പരിഹാരം ആര് ചെയ്യുമെന്ന് ഓർത്ത് ഭയപ്പെട്ടൊരു കാലഘട്ടമുണ്ട്. അതിലും നമ്മെ കർത്താവ് രക്ഷിച്ചു. ആ നല്ല ഉറപ്പോടെ ഇന്ന് നമുക്ക് സഹനം ഉണ്ടായിരിക്കാം. പക്ഷെ ആ സഹനം അത് ഇന്ന് യേശുവിലായിരിക്കുമ്പോൾ സഹനം എന്ന് പറയുന്നത് രക്ഷാകരമാണ്, നമ്മുടെ നാശത്തിലേക്ക് നയിക്കുന്നതല്ല. പിന്നെയോ കൃപ. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 12 ഈശോ പറഞ്ഞതുപോലെ, നിനക്ക് എൻ്റെ കൃപ മതി. ആ സഹനം മാറിപ്പോകട്ടെ എന്ന് പൗലോസ്ലിയ പറയാണ്. എന്നെ പീഡിപ്പിക്കുന്ന ഈ നിരന്തരം എന്നെ ശല്യപ്പെടുന്നൊരു പിശാചിൻ്റെ ദൂതൻ, അതിനെ വിട്ടകലാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു.
3 തവണയായിട്ടായിരിക്കാം, 3 കാലഘട്ടത്തിലായിരിക്കാം. അപ്പോഴെല്ലാം കർത്താവ് എന്നോട് പറഞ്ഞു, ആ സഹനം അവിടെ ഇരിക്കട്ടെ, അത് ഞാൻ നിനക്ക് കൃപയാക്കി മാറ്റിത്തരാം. നിന്റെ ആ സഹനം നീ എൻ്റെ കയ്യിലേക്ക് ഇതാ, ഞാനത് കൃപയാക്കി നിനക്ക് തിരിച്ചു തരാം. നമ്മളുടെ സഹനങ്ങളാണ് കൃപയ്ക്കുള്ള റോ മെറ്റീരിയൽ എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മുടെ സഹനങ്ങളാണ് നമ്മൾക്കുള്ള കൃപയുടെ റോ മെറ്റീരിയൽ. നമുക്ക് സഹനമുണ്ടെങ്കിൽ അത് യേശുവിലേക്ക് കൊടുക്കുമ്പോൾ അത് കൃപയാക്കി നമുക്ക് തിരിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അനുദിനം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ ഒരു സ്വയം ഇല്ലാതായി അനുദിനം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് ഈശോ പറഞ്ഞത്. ഞാനിപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, നമ്മുടെ ഈ അനുഷ്ഠാനങ്ങളല്ല, പിന്നെയോ നമ്മളുടെ സഹനങ്ങളാണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നമുക്കറിയാം, ഈ ഭൂമിയിലായിരുന്ന 33 വർഷം, ആ 30 വർഷം പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് കർത്താവ് വിശുദ്ധി ജീവിച്ചു. പക്ഷെ അവസാനത്തെ 3 വർഷം വലിയ ദൈവിക ശക്തി, തന്നിലുള്ള ദൈവിക ശക്തിയുടെ വെളിപ്പെടുത്തലായി പരിശുദ്ധാത്മ നിറവിൽ യേശു പിശാചുക്കളെ ബഹിഷ്കരിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും ദൈവരാജ്യം പ്രഘോഷിച്ചും അവിടുന്ന് 3 വർഷം വലിയ അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിച്ചു, പിശാചിനെ ബഹിഷ്കരിച്ച് പിശാചി ബാധിതൻ യേശുവിന് മുമ്പിൽ അടങ്ങി ശാന്തനായിരുന്നു. അലറുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടക്കിയവൻ. അതിനപ്പുറം മോശയുടെ കാലത്ത് ആ അദൃശ്യനായി വെള്ളത്തിന്റെ കടലിന്റെ മുകളിലൂടെ നടന്നുപോയി ആ കടലിനെ വിഭജിച്ചവൻ, ഇസ്രായേൽ മക്കൾക്ക് വഴിയൊരുക്കി കൊടുത്തവൻ, അവൻ തന്നെയാണ് ഇവൻ. ഇന്ന് യെശയ്യാ പറയുന്നതാണ്. സമുദ്രത്തിൽ യെശയ്യാ 43:16, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു. അവരെല്ലാം എന്ന് പറയുന്നത്, നമ്മളെ ദൈവജനത്തെ ആക്രമിക്കാൻ ദൈവവാക്കിനെതിരെ പ്രവർത്തിച്ചവരൊക്കെ അവിടെ തകർന്നുപോയി. ആ പെരുവെള്ളത്തിൽ അവരെല്ലാം മൂടിപ്പോയി എന്ന് നമുക്കറിയാം. ഫറവോയുടെ സൈന്യം കർത്താവിന്റെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. അതിനു മുമ്പ് യെശയ്യാ 43:1 തുടങ്ങുന്ന ഇങ്ങനെയാണ്, പലമറിച്ച് നമ്മൾ ചിന്തിച്ച, എന്നാലും യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു. നമുക്കറിയാം, യാക്കോബ് അറിയാതെയാണെങ്കിൽ പോലും അമ്മ കൂടെ കൂടിക്കൊണ്ടായി ഏസാവിന് കിട്ടേണ്ട അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തതെന്നൊക്കെ പറയാറുണ്ട്. അമ്മയും കൂടെ, അത് ദൈവഹിതം. കാരണം ഏസാവിന് അതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നും ഇല്ലായിരുന്നു. ദൈവാനുഗ്രഹം അല്ലെ, ആദിജാതന്റെ അവകാശം. വിശന്നു വന്നപ്പോൾ ഈ ഇളയവനായ യാക്കോബ് ഉണ്ടാക്കുന്ന പായസത്തിന്റെ മണം ആസ്വദിച്ചുകൊണ്ട് പറയാണ്, നീ ഉണ്ടാക്കിയ പായസം എനിക്ക് അല്പം തരുമോ? അപ്പോൾ ഇളയവനായ യാക്കോബ് മൂത്തവനായ ജ്യേഷ്ഠൻ, മൂത്തവർക്ക് എപ്പോഴും ഇരട്ടി അവകാശമാണ്. ഒരു കുടുംബത്തിലെ ഇസ്രായേൽ യഹൂദരുടെ ഇടയിൽ മൂത്തവന്, ആദ്യജാതന് ഇരട്ടി അവകാശമുണ്ട്. ആ ഇരട്ടി അവകാശം തൻ്റെ കയ്യിലിരിക്കെ ഈ മൂത്തവനായ ഏസാവ് തൻ്റെ ആ അവകാശത്തെ വളരെ നിസ്സാരമായി പരിഗണിച്ചു. എന്നിട്ട് യാക്കോബിനോട് ഒരു ഡീൽ നടത്തുകയാണ്. ഏസാവ് പറഞ്ഞ ആ പായസം എനിക്കിതാ. അപ്പോൾ യാക്കോബ് പറയണം, നിന്റെ ജ്യേഷ്ഠാവകാശ സ്ഥാനം, നിന്റെ ആ ജ്യേഷ്ഠാവകാശ സ്ഥാനം, ഞാൻ ഇളയവനാണ്, നീ മൂത്തവനാണ്, പക്ഷെ നിനക്ക് കിട്ടേണ്ട ജ്യേഷ്ഠാവകാശ സ്ഥാനം എനിക്ക് തരുകയാണെങ്കിൽ ഇതാ ഈ പായസം മുഴുവൻ എടുത്തു. തൻ്റെ ജ്യേഷ്ഠാവകാശ സ്ഥാനം, അതിൻ്റെ പദവി, അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ അപ്പോൾ അവൻ്റെ താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി, വിശപ്പടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പായസത്തിൻ്റെ മണം ആസ്വദിച്ചപ്പോൾ അതിപ്പോൾ കുടിക്കില്ലേ, ആർക്ക് വേണം ജ്യേഷ്ഠാവകാശം, എടുത്തോളാം, ഇതേ കിടക്കുന്നു, എടുത്തോ, എനിക്ക് വേണ്ട, നീ എടുത്തോളാൻ പറഞ്ഞു. അവനൊരു എഗ്രിമെൻ്റ് നടത്തി, നിന്റെ ജ്യേഷ്ഠാവകാശ സ്ഥാനം എനിക്കാണ് എന്ന് യാക്കോബ്. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജ്യേഷ്ഠാവകാശ സ്ഥാനം, നമ്മളിന്ന് ദൈവമക്കളെ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം നമുക്ക് തരുന്നൊരു ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ ഭവനത്തിൽ എത്രാമത്തെ ജനിച്ചവനാണെങ്കിലും, 9ാമത്തെ 10ാമത്തെ ജനിച്ചവനാണെങ്കിലും നമുക്ക് ഈ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം പിതാവ് തരുന്നുണ്ട്. അന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ആദ്യജാതന് കിട്ടിയിരുന്നത്, ഇന്ന് നമുക്ക് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ആ സ്ഥാനം ഇന്ന് നമുക്ക് തരികയാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം.
പലപ്പോഴും നമ്മളിന്ന് യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകഭോഗങ്ങളുടെ ജഡിക പാപങ്ങളുടെ പിന്നാലെ പോയി ആർക്ക് വേണം ഈ പരിശുദ്ധാത്മാവിനെ, ആർക്ക് വേണം ഈ സ്വർഗീയ സമ്പത്ത്, ആർക്ക് വേണം ദൈവം നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ, അതൊക്കെ ഈ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ പാപത്തിൻ്റെ പിന്നാലെ, ലോകത്തിൻ്റെ ജഡിക പാപങ്ങളുടെ പിന്നാലെ, അല്ലെങ്കിൽ അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമൊക്കെ നിറച്ചുകൊണ്ട് ലോകത്തിൻ്റെതായി ജീവിച്ചപ്പോൾ പലപ്പോഴും നമ്മളും ഇന്ന് ഈ ഏശാവിനെ പോലെയാണ്. ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവമക്കളുടെ സ്ഥാനം, ദൈവമക്കളുടെ, കാരണം ദൈവമക്കൾക്കാണ് ദൈവത്തിൻ്റെ അവകാശം, അനുഗ്രഹങ്ങളും മക്കൾക്കാണല്ലോ. അത് പലപ്പോഴും നമ്മൾ ഇതൊക്കെ ആർക്കറിയാം, ഇതൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം. ഇങ്ങനെ സഭയിൽ ഇതൊക്കെ കുറേ വചനങ്ങളൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ സത്യമാണ്. നമ്മൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലപ്പോഴും യേശുക്രിസ്തു നമുക്ക് നൽകുന്നത്, യേശുവിൻ്റെ സ്ഥാനം തന്നെ നമുക്ക് തരികയാണ്. കാൽവരിയിലാണ് ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത്. നമ്മുടെ സ്ഥാനത്ത് അവൻ നിന്നുകൊണ്ട് അവൻ്റെ സ്ഥാനം നമുക്ക്, അവൻ്റെ പിതാവിൻ്റെ ഏകജാതൻ, നമുക്കറിയാം പിതാവ് ഈ ഭൂമിയിൽ യേശുവിനെ ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു എന്നാണ്, ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു എന്നാണ് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാന സമയത്ത് കേട്ടത്. താബോർ മലയിലും രൂപാന്തരപ്പെടുമ്പോൾ ഹീസ് മൈ ബിലവഡ് സൺ, ലിസൺ ടു ഹിം, ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ആ പ്രിയ പുത്രൻ എന്നുള്ള പദവി നമുക്ക് യേശു നൽകി. യേശു അങ്ങോട്ട് മാറി നിന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ആ പിതാവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്നുള്ള സ്ഥാനം യേശു നൽകി. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. ഈ യാക്കോബിനെ അമ്മ ഒരുക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഏശാവ് ഒരു കയ്യിൽ നിറയെ രോമമുള്ളവനായിരുന്നു. ഏശാവിൻ്റെ വിയർപ്പിൻ്റെ മണം അതൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഇളയവനെ അമ്മ ഈ ഏശാവിനെ പോലെ ഒരുക്കുകയാണ്. കയ്യിൽ രോമക്കുപ്പായ ഉണ്ടാക്കി, കയ്യിൽ രോമം, കാരണം അപ്പനായ ഇസഹാക്കിന് കണ്ണു കാണാൻ മേലായിരുന്നത് കൊണ്ട് അപ്പൻ ഈ മകനെ മണത്തറിഞ്ഞിരുന്നത്. ഏശാവ് വരുമ്പോൾ അവൻ്റെ വിയർപ്പിൻ്റെ മണം, യാക്കോബ് വരുമ്പോൾ അവൻ്റെ വിയർപ്പിൻ്റെ മണം വേറെയാണ്. അപ്പോൾ ഈ ഏശാവിൻ്റെ പഴയ ഇട്ട് അധ്വാനിച്ച് വിയർപ്പണിഞ്ഞ ഒരു കുപ്പായം എടുത്ത് ഈ അമ്മ ഈ യാക്കോബിനെ അണിയിച്ചു, ഏശാവിൻ്റെ കുപ്പായം അണിയിച്ചു. അപ്പൻ വന്ന് അമ്മ ഒരു പാചകമൊക്കെ ഉണ്ടാക്കി, മനോഹരമായ രീതിയിൽ കറിയൊക്കെ ഉണ്ടാക്കി അപ്പന് കൊടുക്കാതായിരുന്നല്ലോ. വേട്ടയാടി കൊണ്ട് എനിക്കിഷ്ടമുള്ള മാനിറച്ചി വേട്ടയാടിക്കൊണ്ട് നമ്മളെല്ലാം എന്നറിയാം. ഇത് നടക്കുകയാണ്. നമ്മൾ ദൈവമക്കള് ദൈവപിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാനിൻ്റെ ഇറച്ചി കൊണ്ടുവന്ന നിനക്ക് നീ കൊണ്ടുവന്ന് നല്ലതായിട്ട് പാകം ചെയ്തിട്ട് കൊണ്ടുവരാ, ഭക്ഷിച്ചിട്ട് ഞാൻ നിന്നെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കട്ടെ മകനെ എന്ന് ഈ ഇസഹാക്ക് തൻ്റെ മൂത്തവനായ ഇരട്ടി പങ്ക് ലഭിക്കേണ്ടവൻ അത് കൊടുക്കാനായിട്ടുള്ള ഒരു ആത്മീയതയുണ്ട് അതിനകത്ത്. വെറും ഭൗതികതയല്ല, ആത്മീയതയുണ്ട്. നമുക്കറിയാം, ഞാനെന്ന് പറയും പരിശുദ്ധ അമ്മയുടെ സ്ഥാനം അതാണ്. ഈ യാക്കോബിൻ്റെ റബ്ബേക്കായുടെ ആ പ്രവൃത്തി ഉണ്ടല്ലോ, യാക്കോബിൻ്റെ അമ്മ റബ്ബേക്ക, അതായത് ഈ കയ്യിൽ ഇളയവന്റെ മൂത്തവനായ ഏശാവിനെ പോലെ പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയെ പോലെ ആക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധ അമ്മ പറഞ്ഞ, മക്കളെ നിങ്ങൾ അവൻ ചെയ്യുന്ന പോലെ ചെയ്യുക. പരിശുദ്ധ അമ്മ അന്ന് റബ്ബേക്ക പറഞ്ഞു, ഏശാവിനെ പോലെ നിങ്ങൾ ഏശാവിനെ പോലെ ആയിത്തീരുക മകനെ എന്ന് യാക്കോബിനോട് ഒരു അനുഗ്രഹം മേടിക്കാനായിട്ട്. ഏശാവിനെ പോലെ അമ്മ അവനെ ഒരുക്കി. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോടും പറഞ്ഞാണ്, മക്കളെ അവൻ എൻ്റെ മൂത്ത ദൈവത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക, നിങ്ങളെ ദൈവമക്കളായി തീരാനായിട്ട്. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അപ്പം നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ അറിയാതെ നമ്മൾ ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി ഈ ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കാം, പലതും നമ്മൾ ദൈവത്തെ മറന്നുപോയവരായിരിക്കാം. അവിടെ ഇതാണ് ഇന്നത്തെ വചനം പറയുകയാണ്, യെശയ്യാ 43 അതുകൊണ്ട് യാക്കോബായിരുന്നു യാക്കോബിനെ ഇസ്രായേൽ, നമുക്കറിയാം യാക്കോബ് തൻ്റെ ജ്യേഷ്ഠൻ ഈ ദേഷ്യത്താൽ അനുജനെ കൊല്ലാനായിട്ട് ഓടുമ്പോൾ അമ്മ പറഞ്ഞു, നീ ഇവിടുന്ന് ഓടിക്കും, അവൻ നിന്നെ കൊല്ലാൻ വരികയാണ്. നീ എൻ്റെ ആങ്ങളയായ എൻ്റെ ബ്രദറിൻ്റെ ലാബാൻ്റെ വീട്ടിൽ പോയി അമ്മാവൻ്റെ വീട്ടിൽ പോയി താമസിച്ചു, അവിടെ ഇവൻ്റെ ദേഷ്യമൊക്കെ അടങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവനെ അയക്കുകയാണ്. ഈ യാക്കോബിനെ അമ്മ അയക്കുകയാണ്. എന്നാൽ ഒത്തിരി കാര്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് പോകുന്ന വഴിക്ക് സ്വപ്നം കാണുന്നതും സ്വർഗത്തിൽ നിന്നൊരു ഗോവണിപ്പൊടി ഇറങ്ങി വരുന്നതും ഒക്കെ
കാട്ടിൽ തലയിണയാക്കി ഒരു കല്ലെടുത്ത് വെച്ച് ഉറങ്ങുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഒരു ജനതയാക്കും എന്നൊക്കെ യാക്കോബ് അവിടെ ആ കല്ലെടുത്ത് വെച്ച് ഒരു ദൈവത്തിന് ബലിയർപ്പിക്കുന്നതും തിരിച്ച് നമുക്കറിയാം. കുറേ അവിടെ ചെന്ന് ലാബാന് വേണ്ടി ചെന്നപ്പോൾ അവിടെ ലാബാന്റെ ഇളയ മകളെ ആയിരുന്നു അവന് ഇഷ്ടപ്പെട്ടത് ഭാര്യയായി. പക്ഷേ ലാബാൻ അവനെ വഞ്ചിച്ചു. മൂത്തവളെ ആരും അറിയാത്ത രാത്രിയിൽ അവളെ ഒരുക്കിക്കൊണ്ടുവന്ന ഇളയവളാന്ന് പറഞ്ഞുകൊണ്ട് അവനെ വഞ്ചിച്ചു. അപ്പോൾ ഈ യാക്കോബ് ഒരു വഞ്ചകനായിരുന്നുകൊണ്ട് അവനും തിരിച്ചു വഞ്ചിക്കപ്പെട്ടു. ഇതൊരു മേഖലയാണ് പറയുന്നത്. ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ് ദൈവം മാറ്റുന്നത്. അങ്ങനെ ഇളയവളെയും പിന്നീട് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ആ മക്കളുണ്ടായി. 12 മക്കളായി. ദാസിയിലെ കൂടെ ഒക്കെ ആദ്യം മക്കളുണ്ടായിരുന്നുകൊണ്ട് പിന്നെ അവരുടെ ദാസിമാരെ കൊടുത്ത് അതിലൂടെയൊക്കെ മക്കളുണ്ട്. അന്നത്തെ ഒരു സംവിധാനമായിരുന്നു. അപ്പം അങ്ങനെ ഈ 12 മക്കളുമായിട്ട് യാക്കോബ് തിരിച്ചു വരികയാണ്. എന്താ? പക്ഷെ നല്ല യാക്കോബാണ്. ഈ തൻ്റെ സഹോദരനായ ഏസാവിനെ താൻ വഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് ഭയങ്കര കോപമാണ്. എന്നെ കണ്ട കൊല്ലാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഈ യാക്കോബ് തനിക്കുണ്ടായ വലിയ സംഭവമാണ് ആടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും, അല്ലേ? ഒത്തിരി കാര്യം ഉണ്ടായത്. യാക്കോബിൻ്റെ ആടുകളുടെ എണ്ണം ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തതും, അങ്ങനെ ആ വലിയ സമ്പത്തുമായ യാക്കോബ് തിരികെ വരുമ്പോൾ തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഓഹരി, തൻ്റെ കഴിഞ്ഞ കാലങ്ങൾ വഞ്ചനയുടെ കാലഘട്ടങ്ങൾ, സഹോദരനെ തന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന ആ കാലഘട്ടം, അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അത് മാറാൻ വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി താൻ സമ്പാദിച്ച സമ്പത്തിൻ്റെ വലിയൊരു ഓഹരി മുന്നിൽ വേലക്കാരുടെ കയ്യിൽ കൊടുത്തു പറയാണ്, പോകുന്ന വഴിക്ക് എൻ്റെ സഹോദരനായ ഏസാവിനെ ഇവർ പേടിയും പുറകെ പോവുക. മറ്റുള്ള ഈ വേലക്കാരെ മുന്നിലങ്ങ് അയച്ചു, വലിയൊരു ഒട്ടകക്കൂട്ടവും ആട്ടിൻകൂട്ടവും ഒക്കെ ആയിട്ട്. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ സഹോദരനായ ഏസാവിനെ കാണുകയാണെങ്കിൽ പറയണം, ഇത് നിന്റെ സഹോദരൻ യാക്കോബ് നിനക്ക് വേണ്ടി തന്നുവിട്ടതാണ്. അവന് കോപം അടക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുമായുണ്ടായ നമ്മുടെ ബന്ധങ്ങൾ, അനേകരോട് പല രീതിയിലും വാശിയും വൈരാഗ്യവും ഒക്കെയാണ് നമ്മൾ ക്ഷമിക്കാൻ പറ്റാതെ അനേകരെ വഞ്ചിച്ച് അനേകരുടെ പണവും അനേകരുടെ വസ്തുക്കളും അനേകരുടെ പല കാര്യങ്ങളൊക്കെ അതെല്ലാം നമ്മൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് അടിവെക്കുന്ന ഒരു മേഖലയാണ്. അത് കഴിഞ്ഞ കാലങ്ങൾ. യാക്കോബായിരുന്നവൻ ഇസ്രായേലായി. അവർ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്കറിയാം, ഈ ആടുകളെയും ഭാര്യയെയും മക്കളെയൊക്കെ യബോക്ക നദിയെ മറുകരയിലേക്ക് യാക്കോബ് രാത്രിയിൽ ഒറ്റയ്ക്ക് അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ യാചിക്കുന്ന ഒരു മേഖലയുണ്ട്. ഉൽപ്പത്തിയിൽ 28 തോന്നുന്നു. അവിടെ ആ മേഖല വായിക്കുമ്പോൾ 32 തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല ശരിക്കും. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. ആ രാത്രിയിൽ ദൈവത്തോട് മൽപ്പിടുത്തം പിടിച്ചു എന്നാണ്. ദൈവമേ, എന്നെ അനുഗ്രഹിക്കും. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ എൻ്റെ സഹോദരനെ വഞ്ചിച്ചവനാണ്. ഞാൻ കാര്യങ്ങളിൽ ദൈവമേ, ഞാൻ അമ്മായിപ്പൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടിപ്പോകുന്നവനാണ്. പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അമ്മായിപ്പന് കൊടുക്കാനൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു 14 വർഷം അടിമ വേല ചെയ്തിട്ടാണ് പോരുന്നത്. എന്നാലും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് അനുഗ്രഹമില്ലാതെ മുമ്പോട്ട് എൻ്റെ ജീവിതം ദുസ്സഹമാണ്. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. എൻ്റെ ദൈവമേ, നിന്റെ അനുഗ്രഹം എനിക്കില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ല എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും കരഞ്ഞു നിലവിളിക്കുന്ന ഒറ്റയ്ക്ക് തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞു നിലവിളിക്കുന്ന യാക്കോബിനെ ദൈവം ഇടപെട്ടുകൊണ്ട്, നമുക്കറിയാം, ആ രാത്രിയിൽ യാക്കോബിനോട് ദൈവം നിന്റെ പേരെന്താണ് ഓർമ്മിപ്പിക്കുകയാണ്. നീ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തൊക്കെ. വഞ്ചകൻ എന്നൊക്കെയാണ്, ചതിയൻ എന്നൊക്കെയാണ് ആ പേരിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, എല്ലാ യാക്കോബുമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയല്ല. അപ്പോൾ ഈ ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞാണ് യെശയ്യാ 43, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും, അതായത് നിന്റെ പേര് ജന്മനാ നിന്റെ പേര് യാക്കോബ് എന്നായിരുന്നു. ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും യാക്കോബായി നിന്നെ ഇസ്രായേലായിട്ട് മാറ്റി. അന്ന് ദൈവമായ കർത്താവ് യബോക്കാദിന് മറുകരയിലെ രാത്രിയിൽ ഉൽപ്പത്തിയിൽ യാക്കോബിനോട് പറഞ്ഞു, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് യാക്കോബ്. ഇനിമേൽ നീ യാക്കോബല്ല, ഇനിമേൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, ദൈവജനം എന്ന് വിളിക്കപ്പെടും, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മളുടെ ഈ ജീവിതത്തിൽ എന്നും നടക്കേണ്ടതാണ്. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് അനുദപിക്കാനും മാനസാന്തരപ്പെടാനും. ലോകത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, അതിലേക്കൊന്നും നോക്കണ്ട. യേശുക്രിസ്തു ഇന്നും സഭയിൽ സന്നിഹിതനാണ്. കൂദാശകളിലൂടെ അവൻ്റെ മുമ്പിലേക്ക് സാത്താൻ അദ്വൈതം ബഹളം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നോക്കാം. നമ്മുടെ ആത്മീയതയിലേക്കും ശ്രദ്ധിക്കാൻ ഈ 2025 ഈ ഓശാന ഞായറാഴ്ച ഈസ്റ്ററൊക്കെ വരുമ്പോൾ നല്ലൊരു കുമ്പസാരം ഇനിയും നമ്മൾ നടത്തിയിട്ടെങ്കിൽ ഇനിയെങ്കിലും കർത്താവിന് മുമ്പിൽ ഒന്ന് ഏറ്റുപറയാൻ അവൻ്റെ മുമ്പിൽ ഈ യാക്കോബിനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ പറയുന്നത്, യാക്കോബ് കർത്താവ് മൽപ്പിടുത്തം പിടിച്ചെന്നാണ്. ആ രാത്രിയിൽ യാക്കോബിൻ്റെ തുടയിൽ തെറ്റിയതും നേരത്തെ നടന്നു വന്ന് യാക്കോബ് ഇപ്പോൾ ഞൊണ്ടി നടക്കുന്നത്.
ഒരു സഹനമുണ്ടായ ഒരു മുള്ള്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ ഇന്ന് യാക്കോബ് ഈ സംഭവം വെച്ചോ പറയുകയാണ്. യാക്കോബ് യെശയ്യാ 43 അതിന് താഴോട്ട് 18-ാമത്തെ വചനമാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. നമ്മുടെ ഭൂതകാലം എന്തെല്ലാം നമ്മൾ ഓർമ്മിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമല്ലേ? ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടം എന്തെല്ലാമായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? കർത്താവായ യേശു വരാനുള്ള ഒരു കാലഘട്ടം യേശയ്യാ പ്രവചിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന ഈ കാലഘട്ടം പ്രിയമുള്ളവരെ, സങ്കീർത്തനം എന്ന് പറയുന്നത് 126 കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവും മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കഴിഞ്ഞ കാലങ്ങളിലെ പാപത്തെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോയിട്ട് അനുതാപത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കാൽവരിയിൽ യേശു ചിന്തിയ ആ രക്തം ഇന്ന് കുദാശിയായ തിരുസഭയിലൂടെ അവന്റെ ചങ്കൽ കുത്തിയപ്പോൾ അത് വെള്ളവും രക്തവുമായി സഭയിലേക്ക്, ഭൂമിയിലേക്ക് ഒഴുകി തിരുസഭയുണ്ടായ തിരുസഭയിലൂടെ ഇന്ന് ഒഴുകുകയാണ്. ആ കരുണയും സ്നേഹവും കുമ്പസാരക്കൂട്ടിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ കരുണ യാക്കോബ് ഇസ്രായേലായി മാറുന്നൊരു പ്രക്രിയ തന്നെയാണ്. കഴിഞ്ഞ കാര്യങ്ങളിലെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ദൈവസ്നേഹിക്കുമ്പോൾ വലിയ ആത്മസന്തോഷത്തോടെയാണ് കുമ്പസാരക്കൂട്ടിൽ നിന്ന് അവർ മടങ്ങിപ്പോകുന്നത്. ഈ മീഖാ പ്രവാചകനും പ്രവചിച്ചത് ഇങ്ങനെയാണ്: തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുന്ന, തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെ പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? ഇതുപോലെ ഒരു ദൈവമില്ല. There is no one like Jesus Christ. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന, നമ്മൾ അറിയണം, ഇത് സാത്താൻ നമ്മളെ മറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന സകല ശിക്ഷകളും നമ്മൾ എന്തെല്ലാം അവനെ അറിയാതെ പോയെങ്കിലും നമുക്ക് ആവുന്ന രീതിയിൽ നിന്ന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടാതെ നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. അവിടെ അറിയണം പ്രിയമുള്ളവരെ. അവിടുന്ന് എൻ്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല, എന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ഇന്ന് നമ്മൾ ഓർപ്പിച്ചില്ല, ന്യൂയോർക്കിൽ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഓർക്കുമ്പോഴും മർക്കോസ് 16 വിശ്വസിക്കുന്നവരോട് ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. തിന്മയുടെ മേൽ ചവിട്ടി നടക്കുന്ന സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടി ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കും നിങ്ങൾക്കെന്ന് ലൂക്ക 10:19 വചനം, മർക്കോസ് 16:15 ചേർത്ത് വായിക്കുമ്പോൾ അതാണ് ഇവിടെ അന്ന് മീഖാ പ്രവചിച്ചത്. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്യുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും. അബ്രാഹത്തോടുള്ള ആ പിതാക്കന്മാരുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അതെ, നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ജീവിതകാലത്ത് ഈശോ ഇങ്ങനെ പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്ന പാപിയായിരുന്ന സക്കേവൂസ് എന്നൊരു മനുഷ്യൻ, ഹൃദയത്തിൽ ഈ മനുഷ്യനെ പക്ഷേ ചുങ്കക്കാരും ഒന്നും യഹൂദരുടെ ഇടയിലേക്ക് വരാറില്ല. അവരെ യഹൂദരെ തള്ളിക്കളഞ്ഞിരുന്നു. അവർ താഴ്ന്നവരായിട്ടാണ് കരുതിയിരുന്നത് യഹൂദരെ പോലും. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. ലൂക്ക 19 എന്നിട്ട് വായനയല്ല, സക്കേവൂസ് എന്ന പേരായ ഒരാളവിടെ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടൊരാഗ്രഹം യേശുവിനെ
പക്ഷെ നമുക്ക് പലതും തടസ്സപ്പെടുന്നു. യേശുവിനോടൊന്ന് അടുക്കാൻ ആഗ്രഹിച്ച് ഒന്ന് അറിയാൻ, അവനെക്കുറിച്ച് പലരും കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചും അവന് പൊക്കം കുറവായിരുന്നതിനാൽ എന്ന് പറയുമ്പോൾ, ഇന്ന് ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല. ഞാൻ ചുങ്കക്കാരാണ്, ഞാൻ പാപിയാണ്, ഞാനിങ്ങനെ എന്നും ഇങ്ങനെ ആയിരിക്കും, ഞാൻ മരിക്കുന്നത് വരെ ഇങ്ങനെ ആയിരിക്കും, എനിക്കിതിൽ നിന്നും പുറത്തു വരാൻ, അല്ലെ എൻ്റെ ഈ ദുശീലങ്ങളെ, ഈ ബന്ധനങ്ങളെ, ജഡിക പാപങ്ങളിൽ മുഴുകി കിടക്കുന്ന എനിക്ക് ഇതിൽ നിന്നും മോചനമൊന്നുമില്ല, ഞാൻ എന്നും ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ആ ഒരു പൊക്കം കുറവിൻ്റെ കാര്യമാണ്. ശാരീരികമായ പൊക്കം കുറവ് ആയിരിക്കും അവന്, പക്ഷെ നമ്മുടെ ആത്മീയമായിട്ട് പൊക്കം കുറവാണെന്ന് പറയുമ്പോൾ എനിക്കൊന്നും മറ്റുള്ളവരെ പോലെ, പൊക്കമുള്ളവരെ പോലെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് ആത്മീയമായിട്ട് കുറ്റബോധം ഉള്ളിലുള്ള ആ മരത്തിൻ്റെ മുകളിൽ കിടന്ന് ആരും കാണാൻ മരച്ചില്ലയുടെ ഒളിച്ചിരിക്കുകയാണ്. ആദ്യം ഇരുന്നത് പോലെ അവനെ കാണുന്നു, പക്ഷേ അവൻ്റെ അടുത്തൊന്നും പോകണ്ട, എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല. അങ്ങനെ മരത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ ഓർത്ത് നോക്കണം, പ്രിയമുള്ള, ഹൃദയങ്ങളെ അറിയുന്നവനാണ് ഈശോ. ഹൃദയങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അവൻ്റെ സ്വന്തമാണ്. നമ്മൾ അവൻ്റെ ശാരീരികമായിട്ട് നമ്മുടെ ശാരീരം നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മക്കളായിരിക്കാം. ഇന്നലെ സങ്കീർത്തനം 27 നമ്മൾ ഇന്നലെ വെസ്റ്റ് പാമ്പിലെ കൂട്ടായ്മയിലൂടെ നല്ലൊരു അഭിഷേകത്തിൻ്റെ കൂട്ടായ്മയായിരുന്നു. കർത്താവ് കടന്നു വന്നുകൊണ്ട് ആത്മാവിൽ പ്രവർത്തിച്ചൊരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ അവിടെ ഇന്നലെ സങ്കീർത്തനം 27 ആ വീട്ടിലെ ഭവനം തിരഞ്ഞെടുത്ത് വായിക്കുവാനായിട്ട്. അവിടെ പറയുന്നൊരു വചനമുണ്ട്, സങ്കീർത്തനം 20, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. കാരണം ശാരീരികമായി നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ പല കാരണങ്ങളാൽ നമ്മളോട് പറയുക, എൻ്റെ മകനല്ല, മകളല്ല, അല്ല അവനെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ദൈവത്തിന് ഒരിക്കലും പറയാൻ പറ്റില്ല. നാം ഏറ്റവും വലിയ പാപിയാണെങ്കിലും ദൈവത്തിനെതിരായി എല്ലാം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. എബ്രായർ 13:5 പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയില്ല. ഇതെല്ലാം ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വചനത്തിലുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് വായിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ പല കുറ്റബോധങ്ങളെ സാത്താൻ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മോട് പറയാനുള്ളൂ എന്ന് കേട്ടാൽ മതി. ദൈവവചനം എടുത്തുനിന്ന് വായിച്ചാൽ മതി. ദൈവവചനം ഒന്ന് ആർത്തിയോടെ ഒന്ന് വായിക്കണം. എത്രയോ വലിയ കാര്യങ്ങളാണ് ദൈവം. നീ എത്ര വലിയ പാപിയാണെങ്കിലും ഞാൻ വന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ കൂടുതൽ അനുതാപം ആവശ്യമുള്ള എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു വരേണ്ട വ്യക്തിയാണ് ദൈവസന്നിധിയിലേക്ക്. അനുതാപം ആവശ്യമുള്ള ഒരു പാപിയെ തേടിപ്പോകുന്ന ആ നല്ല ഇടയൻ യേശു തിരയുകയാണ്. ഇന്നും ഈ 2025 പാപിയായ എന്നെ നമ്മളെ ഈശോ തിരയുകയാണ്. മകനെ നീ എവിടെയാണ്, മകളെ നീ എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നമ്മളെ തിരയുകയാണ്. നമ്മൾ പറയാണ്, നോക്കുക, ആ കാൽവരിയിലേക്ക് നോക്ക്, ആ കിടക്കുന്നത് നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കുക. നിന്റെ പാപങ്ങളാണ്, നിന്റെ കുറ്റബോധം മുഴുവൻ ഞാൻ ഏറ്റെടുത്തതാണ്. യെശയ്യായുടെ പ്രവചനം, യെശയ്യ 53, 4, 5, 6 വചനങ്ങൾ. നമ്മുടെ വേദനകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ മുഴുവനും നമ്മൾ ഒരു പരാതിയും പറയാതെ, നമ്മളെ വിധിക്കാതെ ഈശോ ഏറ്റെടുത്തവനാണ്. ഈ സക്കേവൂസ് മരത്തിന് താഴെ ഈശോ ഹൃദയം അറിഞ്ഞുകൊണ്ട് മരത്തിന് മുകളിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അവൻ പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി. യേശു സ്നേഹത്തെ പറഞ്ഞു, അവൻ്റെ പേര് വിളിച്ചു. നോക്കി, യേശുവിൻ്റെ പേര് വിളിച്ചു, സക്കേവൂസേ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അപ്പോൾ ഒരു മാറ്റം നോക്കണം. ഈ ചുങ്കക്കാരൻ അവൻ പണമല്ല, ഈ ഗവൺമെന്റിന് വേണ്ടി പിരിക്കുന്ന കാശ് മുഴുവൻ ഇവന്റെ പോക്കല്ല ഇട്ടിരുന്നത്. അവൻ അങ്ങനെ ധനികനായി. പിന്നെ പാപികളുടെ കൂടെയായിരുന്നു അവൻ്റെ കൂട്ടുകാരൻ. യഹൂദർ അവനെ കൂട്ടക്കൊടുത്തില്ല. അതുകൊണ്ട് അവന് യേശുവിന്റെ സ്നേഹം, യഹൂദനായ അവന് ഇതുപോലെ സ്നേഹം ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. ഇതുപോലെ ആരും എന്നോട് ഇടപെട്ടുള്ള ഒരു ചുങ്കക്കാർ, പാപിയായ എന്നോട് ആരും യഹൂദനൊരു പുരോഹിതൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് താമസിക്കണം, ഞാൻ ഇറങ്ങി വാ, വേഗം നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു പക്ഷേ കണ്ണുനീര് തുടച്ചുകൊണ്ടായിരിക്കും ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. പ്രിയമുള്ളവരെ, അത് കണ്ടപ്പോൾ യഹൂദര് പറഞ്ഞു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഇതെല്ലാം കേട്ട് സക്കേവൂസ്, ഇത്രയും വലിയ പാപിയായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഈ പുരോഹിതൻ എത്രമാത്രം പ്രശസ്തൻ, ആയിരക്കണക്കിന് ആൾക്കാർ തിരക്കി അവൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിക്കുകയാണ്. ഇവൻ എന്നെ വിളിച്ചല്ലോ, ഇത്രയും പാപിയായി എന്നെ അവൻ വിളിക്കുന്നല്ലോ. ഇന്നും അവന് നമ്മുടെ പേരോട് വെച്ചാൽ മതി. സക്കേവൂസ് നമ്മുടെ പേരോട് വെച്ചിട്ട് നമ്മോട് പറയാം, മകനെ മകളെ ഇറങ്ങി, എനിക്കിന്ന് നിന്റെ കൂടെ, നിന്റെ ആത്മാവിൽ, നിന്റെ ഭവനത്തിൽ നിന്നെ അനുഗ്രഹിക്കാൻ. അവിടെ ഒരു മാറ്റം ഉണ്ടായതാണ്. കഴിഞ്ഞ കാര്യങ്ങളെ ഓർക്കുകയോ പരിഗണിക്കുക. യേശയ്യ പറഞ്ഞതുപോലെ
സഖ്യവൂസ് എഴുന്നേറ്റ് ഈശോ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞായിരിക്കാം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം കണ്ടുകൊണ്ട് യേശുവിനെ കെട്ടിപ്പിടിച്ചു, യേശുവിനെ സ്നേഹിച്ചു. പാപി എന്നെല്ലാവരും അടുത്തുപോലും വരാം. അവൻ്റെ ഉള്ളിലുള്ള മാറ്റം മാനസാന്തരം. ഇതുമാണ് ഈ കർത്താവ് നമ്മളെ വിളിക്കണം. ഒന്ന് മാനസാന്തരപ്പെടാൻ നമുക്ക് കൃപതരനെ, മാനസാന്തരത്തിൻ്റെ കൃപതരനെ. കർത്താവ്, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അവൻ്റെ ഹൃദയം മുഴുവൻ അലിഞ്ഞുപോയി. സമ്പത്തിലും പ്രൗഢിയിലുമൊക്കെയാണ് വല്ലവരുടെയൊക്കെ മോഷ്ടിച്ചും അപകരിച്ചുമൊക്കെ കരുതി വെച്ചിരുന്ന സമ്പത്ത് മുഴുവൻ. എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. എന്തൊരു മാറ്റമാണ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു മാറ്റം, ഈ ഒരു മാനസാന്തരം. ഈശോ ഇന്നത്തെ സുവിശേഷം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ധ്യാനിച്ചാണ്. ലൂക്ക് യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരീസയരും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? പഴയ നിയമവും പുതിയ നിയമവും യേശു മാറ്റിമറിക്കുകയാണ്. പഴയതൊന്നും ഓർക്കേണ്ട, ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ വചനം, ഇതാ നിയമങ്ങളോ പ്രവാചകന്മാരെയോ മാറ്റാനല്ല, അത് പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നതെന്ന് യേശു. പഴയ നിയമത്തിന്റെ അപൂർണത യേശു കരുണയെ സ്നേഹവുമായി, പഴയ നിയമത്തിലെ നിയമത്തെ യേശു കരുണയെ സ്നേഹവുമാക്കി മാറ്റുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ. എവിടെയാണ് നീ എന്തു പറയുന്നു? യേശു ആകട്ടെ അത് അവരിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവരെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവർ ആവർത്തിച്ചുകൊണ്ട് ഇവനെ, പക്ഷെ എന്താണ് നീ പറയുന്നത്? നീ എന്താ പറയുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? നിയമം പറയുന്നത് മോശ എഴുതി വെച്ചിട്ട് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. ഞങ്ങൾ കല്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെഡിയെ ഇപ്പൊ തന്നെ ഇവിടെ ശരിയാക്കിയേക്കാം. നിൽക്കണം. യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പലരും പറയുന്നുണ്ട് അത് ഈ വന്നവരുടെ ഓരോരുത്തരുടെയും പാപങ്ങളാണ് യേശു കണ്ടത്. എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം യേശു നിവർന്ന് ഇത് കേട്ടപ്പോൾ യേശു എഴുന്നേറ്റ് നിവർന്നു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ നിലത്ത്, കുറെ സമയം കൊടുത്ത എല്ലാവർക്കും, വീണ്ടും കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി, ഏറ്റവും മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്തിട്ടുള്ളവർ. അവർ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. അനുതാപത്തിന്റെ ഹൃദയവുമായി യേശു ദൈവവചനമാണ്. യേശുവാണ് സംസാരിച്ചത്. നിങ്ങളിലെ പാപമാണ് ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് യേശു ആത്മാവിൽ പറഞ്ഞത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ പാപങ്ങൾ? അതെല്ലാം ഞാൻ പറയും, കർത്താവ് മാനസാന്തരത്തിന്റെ വലിയൊരു കൃപ അവർക്ക് കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയും, യേശു കാൽവരി കുരിശിലേക്ക് ഇവരുടെ എല്ലാം പാപങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു. ഈ കല്ലെറിയാൻ വന്നവരുടെ എല്ലാം പാപങ്ങളെ യേശു ഏറ്റെടുത്തപ്പോൾ പരിശുദ്ധാത്മാവുടെ ഉള്ളിലേക്ക് അനുതാപം ഉണ്ടായി. ഞാനും പാപിയാണല്ലോ എൻ്റെ ദൈവമേ എന്നുള്ള അനുതാപത്തിന്റെ ചിന്ത അവരുടെ കഠിന ഹൃദയമൊക്കെ മാറി. അവരെല്ലാം ഒന്നും പറയാതെ സ്ഥലം വിട്ടു. അനുതാപത്തിലേക്കായിരിക്കാം പോയത്, പരിഹാര പ്രവർത്തിക്കായിരിക്കാം അവർ പോയത്. അതെങ്ങനെ പറയുന്നില്ല. എല്ലാവരും സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. ഇതൊരു അത്ഭുതമാണ്. കാരണം യേശുവിന്റെ വചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നപ്പോൾ അവിടെ വലിയ മാനസാന്തരം ഉണ്ടായി. ഇന്നും കർത്താവിന്റെ വചനം നമ്മൾ സ്വീകരിക്കണം. വേറെ ഒന്നുമല്ല, ഈ ലോകത്തിൽ കർത്താവിന്റെ വചനം നമ്മൾ സ്വീകരിക്കണം, കേൾക്കണം, ധ്യാനിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ദൈവ സ്നേഹം കടന്നു വരും. എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കുവാനും ഒക്കെ ഉള്ള കൃപ കടന്നു വരുന്നത് ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ്. നമുക്ക് പലപ്പോഴും പറയാം, എനിക്കറിയാം വചനം. അല്ലല്ല, നമ്മൾ ശരിക്കും വചനം ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. വചനം നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ വചനത്തിന്റെ ദാസരായി മാറണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റം. യേശു അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ മാത്രമല്ല യേശുവിന് മുമ്പിൽ. ഇപ്പോൾ യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? എപ്പോഴായിരിക്കും അവൾ തലപൊക്കി നോക്കിയത്? എപ്പോഴാണ് കല്ല് വന്ന് വീഴുന്നതെന്ന് അറിയാതെ ഇവൾ തല കൊമ്പിട്ട് കിടക്കുമായിരുന്നു. അവൾ തലപൊക്കി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്താ പറയുള്ളത്?
യേശു ഇവരുടെയും പാപം മുഴുവൻ ഏറ്റെടുത്തു. യേശു ഇവരുടെയും സകല പാപങ്ങളും തന്നിലേക്ക് ഏറ്റെടുത്തു. അവരുടെ ഉള്ളിൽ ഒരു സമാധാനം നിറഞ്ഞു. കുമ്പസാരക്കൂട്ടിൽ ഒരു അനുഭവമാണ് വീണത്. ഇല്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോവുക, പോയിക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുതേ. പരിശുദ്ധ പരമാധികാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.